Fit fighters, fit fighters, fit fighters. Each day starts with a hope, and it should end with a hope എന്നാ പറയാ. ഞാൻ പറയാം, നല്ല ടയർഡാണ്, കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഞാൻ സ്ട്രെസ് ഫ്രീ ആവാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ദ പോയിന്റ് ഇസ് ദാറ്റ് ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് ആൾക്കാരെ അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോകളിലേക്ക് ഞാൻ തിരിയുന്നതും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഹെഡ്സെറ്റ്, ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്നെപ്പോലത്തെ ഇൻട്രോവേർട്സിന് ഈ ഒരു സാധനം ഭയങ്കര ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് ഞാൻ എന്നെ തോന്നിപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ സംടൈംസ് ഐ ഫീൽ ലൈക്ക് യെസ് ഐ എം എൻ ഇൻട്രോവേർട്ട് എന്നുള്ളൊരു പോലെ എനിക്കിങ്ങനെ വരും. ബിക്കോസ് ഐ ലവ് ടു ടോക്ക് ടു പീപ്പിൾ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ലവ് ടു ടോക്ക് ടു പീപ്പിൾ. അങ്ങനെയാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഇത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരുപാട് സംസാരിച്ചാൽ ബോറാവും എന്നുള്ളൊരു പ്രിജുഡിസ് മൈൻഡ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഐ ഡോണ്ട് ലവ് ടു ടോക്ക് ടു പീപ്പിൾ. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളതാണ്. ഇതെന്നൊക്കെ ഉള്ളൊരു എസ്കേപ്പ് മെക്കാനിസം ആയിട്ടാണ് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നത് തോന്നുന്നു. ആൻഡ് ബട്ട് ഐ റിയലി ലവ് സിനിമ. പിന്നെ ജിമ്മിൻ്റെ കാര്യം, ജിമ്മും അതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്നൊരു എസ്കേപ്പ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചതാണ്. പക്ഷേ ഐ റിയലി ലവ് ജിം, വർക്കിംഗ് ഔട്ട് ആൻഡ് ഓൾ ടു. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നല്ലേ. സോ ഐ ട്രസ്റ്റ് ഇൻ യുനോ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു പരിപാടിയിൽ ഐ ബിലീവ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടെന്ന് പറയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്നത് മുഴുവൻ അൺസ്ക്രിപ്റ്റഡ് ആണ്. ഐ ഡോണ്ട് നോ ആക്ച്വലി എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ദ പോയിന്റ് ഈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി വൺ ടു ടോക്ക് ടു എന്നുള്ളൊരു പോയിന്റിലുണ്ടല്ലോ. ലൈക്ക് അങ്ങനെയല്ല, ഇപ്പോൾ ഐ ട്രസ്റ്റ് വെരി ലെസ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, ഇപ്പോൾ വളരെ ചുരുക്കം ചില സുഹൃത്തുക്കൾ എനിക്കുള്ളൂ. വളരെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിരലിൽ എണ്ണി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളെ എനിക്കുള്ളൂ. ഓക്കെ, അവരെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ല എന്നല്ല. പക്ഷേ എന്നാൽ പോലും നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും നമ്മൾ സംസാരിക്കില്ലല്ലോ. ഈവൻ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഐ ഡോണ്ട് തിങ്ക് എൻ്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയുന്നവരല്ല. ഞാനും അവരുടെ അടുത്തെല്ലാം പറയുന്നവരല്ല. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി അവരൊരു പക്ഷേ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എവ്രി ഹ്യൂമൻ ബീയിങ് ഹാസ് ദെയർ ഓൺ ചില കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ വിശ്വാസമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഐ എം ഗോയിങ് ഔട്ട് ഓഫ് ടോപ്പിക് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടാണ്. റീസെൻ്റ്ലി 2 ദിവസം മുമ്പാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഒരു സിനിമയുടെ സ്റ്റോറി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ കയറി വന്നു. ഈ ഞാനും അവനും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും സംസാരിക്കുമ്പോൾ അധികവും കയറി വരുന്ന, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിൽ ഒന്ന് സിനിമയും മറ്റൊന്ന് നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫും റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിരലെണ്ണാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അപ്പോൾ അവരടുത്ത സിനിമയാണ് അധികവും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടാറ്. കാരണം അതാണ് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാറ്. അപ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇങ്ങനൊരു സംഭവം വന്നു. അതായത് എൻ്റെ അടുത്ത് പറഞ്ഞവൻ, അളിയ ഈ ദൈവത്തെ വെച്ച് നമുക്കൊരു സംഭവം, ദൈവം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്കൊരു സംഭവം ഷൂട്ട് ചെയ്താണെന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പോയിന്റിൽ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അളിയ അതൊരു ദേവിയെക്കുറിച്ചിട്ടൊരു കോൺസെപ്റ്റായിരുന്നു, അമ്മയെക്കുറിച്ചൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അളിയ
നീ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. സി, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ഗോഡ് ആൻഡ് ദിസ് ഈസ് യു. ഇപ്പോൾ നീ ഇവിടേക്ക് ഇറങ്ങണം, എന്നാലേ ഗോഡിനെ കാണുള്ളൂ. ഗോഡ് ഈസ് വെയിറ്റിംഗ് ദെയർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ സ്റ്റക്ക് ഹിയർ ബൈ തിങ്കിങ് അബൌട്ട് യുവർ പാസ്റ്റ് ആൻഡ് യുവർ ഫ്യൂച്ചർ. ഇത് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ നോക്ക്. ഇപ്പോൾ ഗോഡ് ഈസ് ദെയർ ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഓക്കെ, പക്ഷേ ഐ മീൻ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ദെയർ ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് യു കാൺ സീ ഹിം ഓർ ഹെർ പ്രോപ്പർലി. എന്നിട്ട് നിങ്ങൾ പറയാണ് നത്തിങ് ഹാപ്പൻസ്, നത്തിങ് വർക്ക്സ് എന്നുള്ളത്. ആൻഡ് ഹൗ വിയേർഡ് ഈസ് ദാറ്റ് എന്നുള്ളത് ഞാൻ അവൻ്റെ അടുത്ത് റാൻഡമായിട്ട് ചോദിച്ചതാണ്. ഐ ലിറ്ററലി ഡോണ്ട് നോ അതിൻ്റെ മീനിങ് പോലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല. പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിയാണല്ലേ, നമ്മളിൽ 90% ആൾക്കാരും 10% ഞാൻ ഒഴിവാക്കുന്നു, 90% ആൾക്കാരും ഒന്നുകിൽ അങ്ങനെ ഞാൻ ചെയ്യേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരിനിപ്പോൾ എന്താ പറയും, അങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ പ്രശ്നമല്ലേ, അല്ലെങ്കിൽ അത് വേണോ എന്നിങ്ങനെ ഫ്യൂച്ചറിൽ ചിന്തിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻസ് ആയി ടെൽ യു. ഒന്നാമത്തത്, നമ്മൾ പലപ്പോഴും ഒരു ജോലി കിട്ടുമ്പോഴോ, ഒരു കല്യാണം കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, ഓക്കെ അങ്ങനെ നടക്കണോ, അങ്ങനെ നടക്കുമോ, അങ്ങനെ നടന്നാൽ അതിങ്ങനെ ആയാലോ, ഇങ്ങനെ ആയാൽ അങ്ങനെ ആയാലോ എന്ന് ഓവർ തിങ്ക് ചെയ്യുന്നവരാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കുറച്ച് വിയേർഡാണ്. യു ആർ ലിറ്ററലി തിങ്കിങ് അബൌട്ട് സംതിങ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾ വിചാരിക്കും യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നുള്ളത്. ആക്ച്വലി ഈസ് ദെയർ എ ഷിപ്പ് എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റ് റാൻഡം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി ദിസ് മൈറ്റ് ബി എ ബ്ലണ്ടർ ഓർ സംതിങ്. എന്തായാലും 10 മിനിറ്റ് ഞാൻ ഇതുപോലെ സംസാരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് കട്ട് ചെയ്തിട്ട് നേരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഈ ഫിറ്റ് ഫൈറ്റേഴ്സിൻ്റെ ചാനലിൽ ഈ സാധനം ഉണ്ടാവും. സോ ദിസ് ഈസ്, ഐ തിങ്ക് ദിസ് ഈസ് ദ ഷിഫ്റ്റ് which is happening to me recently, because ഒരു 3 years or something like that I was going through a dip, a huge dip, and this is the end of it. Now I have to rise back like sun. അപ്പോൾ so that is why I am recording this. ഇത്രയും റാൻഡം പറയാനുള്ള കാരണം തന്നെ ഈ ഒരു 2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. So you have to wait till 8 minutes 25 seconds to understand this. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു റാൻഡം വീഡിയോ ചെയ്യുന്നത് ഇനി 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. സോ ആഫ്റ്റർ ദാറ്റ് 5 years I think I will be directing movies. I will be doing my favorite things in my life. I will be with my favorite friends and family. I'll be married. I'll have kids, I think. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഐ വിഷ് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത്. ആൻഡ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലാൻഡ് ഉണ്ട്. അത് പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഒരു 4-8 പോലത്തെ ഒരു വീടുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് വിൽ ഓൾസോ ഹാപ്പൻ. ആൻഡ് റൈറ്റ് നൗ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ്, ഒരു ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്ഥാപനത്തിലാണ്. സോ that's it. So this is the point where I am about to start the next phase of my life. ഇതുപോലെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു റാൻഡം വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നത് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ. ആൻഡ് സെറ്റ് ആവൂടാ.
യു വിൽ ഡു തിങ്സ്, യു വിൽ ഡു ഗ്രേറ്റ് തിങ്സ്, യു ആർ ഡെസ്റ്റിൻഡ് ടു ഡു ഗ്രേറ്റ് തിങ്സ്, ഐ ബിലീവ്. நல்லவனாக இருங்க, நல்லதே நடக்கும்.